ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വെച്ചു ഒരു സിമ്പിൾ ലൈക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക. സിമ്പിൾ എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, കാരണം ഇപ്പം പുറത്തൊക്കെ എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫിന് കുറച്ചും കൂടി ഒരു അറിവുണ്ടാവും. വീട്ടിൽ തന്നെ ആകുമ്പം എന്താ പ്രശ്നം വെച്ചാൽ ഫോൺ നോക്കുന്നു, ടി വി കാണുന്നു, ഫുഡ് കഴിക്കുന്നു, ലൈക്ക് അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ പുറത്ത് വെച്ചാൽ എനിക്കിപ്പം മില്ലിൽ പോകേണ്ട ആവശ്യമുണ്ട്, അതേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫിനായിരിക്കും. അതും ചെറിയ രീതിക്ക് ലൈക്ക് ഒരുപാട് ലോങ് ആയിട്ട് അതിന് ആ വീഡിയോനെ എടുക്കാണ്ട് ഷോർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയത്തിനുള്ളിൽ ലൈക്ക് കുറച്ച് മിനിറ്റിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ. അപ്പോൾ എനിക്ക് മില്ലിൽ പോകേണ്ട ആവശ്യമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതന്നെ ഡ്രസ്സ് അടുത്താണ് അധികം, ലൈക്ക് എന്നാലും കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ എനിക്ക് സ്കൂട്ടിയിലൊക്കെ ആണെങ്കിൽ വേഗം പോകാൻ ഇഷ്ടമാണ്. കാരണം ടപ്പേ പറഞ്ഞ് പോകുന്നു വേഗം പേര് നോക്കിയാണ്. പക്ഷെ സ്കൂട്ടി ഇപ്പോൾ ഇല്ല, അപ്പോൾ അച്ഛനെടുത്തിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറ്റില്ല കുറേ പറഞ്ഞു, പക്ഷേ സമ്മതിച്ചിട്ട് പോയേ പറ്റു പറഞ്ഞു. കാരണം എന്നും ഞാൻ വാശി പിടിച്ച് പറ്റില്ല പറഞ്ഞാൽ വീട്ടിൽ നിന്നല്ല വായി ഇരിക്കുന്നത് അമ്മനെ കേൾക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് കേട്ടു, അധികം കേൾക്കാട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഓക്കെ എന്തായാലും വെറുതെ വീട്ടിലിരിക്കുകയാണ്, സോ അവിടെ പോയി ഇരുന്ന് നല്ലതാണ്, നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണല്ലോ മില്ലിൽ പോകുന്നത്. പറഞ്ഞു പഠിച്ചാൽ കറിക്കാക്കാൻ നമുക്ക് എന്ത് വായിലേക്ക് പോകും. സിമ്പിൾ ലോജിക്. ഓക്കെ, സോ പോയിട്ട് വന്നു. അപ്പോൾ എനിക്കിങ്ങനെ വെച്ചാൽ പുറത്ത് പോയി എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ടും കൂടി സമാധാനം കിട്ടൂല. എന്ന് വെച്ചാൽ വലിയ പൈസ ഇടുന്നെങ്കിലും അങ്ങനെയൊന്നുമല്ല. ഓക്കെ, ബട്ട് എന്തെങ്കിലും ചെറിയ സംഭവമായിരിക്കും. വയറിലേക്ക് പോകുന്ന സംഭവങ്ങൾ അധികം വാങ്ങുള്ളൂ കേട്ടോ. എനിക്ക് അതിനോടാണ് കുറച്ച് കമ്പം കൂടുതൽ. ലൈക്ക് എന്തെങ്കിലും ലൈക്ക് ചോക്ലേറ്റ്സ്, അങ്ങനത്തെ ബിസ്ക്കറ്റ്സ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ലൈക്ക് ഇപ്പം കുറച്ച് വയസ്സായല്ലോ, നമുക്ക് കുറച്ചധികം വയസ്സായല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ നിങ്ങൾക്ക് ചോക്ലേറ്റ് കിട്ടുമ്പോൾ പറയും, നിങ്ങൾ ചെറിയ വീട്ടിൽ നിന്ന് പറയാം, നിങ്ങൾ ചെറിയ പിള്ളേരെ പോലെ ഇങ്ങനെ കഴിക്കരുത്, നാണ് പുറക്കുന്നൊക്കെ പറയുന്നതിൽ കാര്യമുണ്ട്. ഇല്ലാതില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഈ ഒരു ഷുഗർ ക്രേവിങ്സ് ഭയങ്കരമാണ്. എനിക്ക് സ്പൈസി ഫുഡ്സിനേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ ലൈക്ക് ഡിസേർട്ട്സ്, കേക്ക്, ചോക്ലേറ്റ്, ഐസ്ക്രീം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഷുഗർ കട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് 1 മാസത്തോളം അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് പോവില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും എടുക്കേണ്ടി വരും. മാത്രമല്ല എനിക്ക് വെച്ചാൽ ചബ്ബി ചിക്സാണ് എനിക്കിഷ്ടമല്ല. എനിക്കറിയാം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഫുഡ് എന്നതിനേക്കാളും മധുരം നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ലൈക്ക് ഒരു ഫാക്ടറിയാവും. അപ്പോൾ അങ്ങനെ ചബ്ബി ചിക്സാണ് എനിക്കധികം അങ്ങനെ ഇഷ്ടമല്ല. അത് എനിക്ക് കുറക്കണം എന്ന് ആഗ്രഹമുണ്ട്, ബട്ട് കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല. ശ്രമിക്കും. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ ഇനിയിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ വാങ്ങിയ സാധനമാണ്. ഇവിടെ ഇപ്പം മില്ലിൽ പോയാലും പീടികയിൽ പോയിട്ട് വാങ്ങിയ സാധനമാണ്. വലിയ ആളുകൾ പറയും, ബട്ട് ചെയ്യുന്നത് വേറെ ആയിരിക്കും. അങ്ങനെ ബട്ട് ഞാൻ കുറക്കും. പറഞ്ഞില്ല, 2 ഹോർലിക്സ് വാങ്ങി കേട്ടോ. എല്ലാവരും വെച്ചാൽ അധികം ആൾക്കാരും എന്തെങ്കിലും ഇപ്പം ലൈക്ക് ഹോർലിക്സ് ആയിട്ട് കൊടുക്കുമായിരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഹോർലിക്സ് ആയിട്ട് കുടിക്കുമായിരിക്കും. പക്ഷേ ഞാനിത് ബർഗർ തിന്നു, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. പിന്നെ ഞാൻ വാങ്ങിയത് നബാട്ടി. എനിക്ക് ഓരോ സീസണായിട്ട് ഞാൻ ഒരു ആഗ്രഹം ഉണ്ടാവും കഴിക്കേണ്ടത്. അന്നേരമൊക്കെ ഈ മിൽക്കി ബിക്കിസ്, ഞാൻ കണ്ണ് മൂക്കുള്ള ബിസ്ക്കറ്റ് എന്ന് പറയില്ലേ, അത് ആ സമയത്ത് കഴിക്കുമായിരുന്നു നല്ലോണം. ഇപ്പോൾ ഇഷ്ടമാണ്, ബട്ട് കുറവാണ്, വാങ്ങുന്നത് കുറവാണ്. അതേപോലെയാണ് നബാട്ടി. ആ സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനെ ഇവിടെ അടുത്ത് പോയാലും ഇത് വാങ്ങും അങ്ങനെ. അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങി, കുറേ ആയി കഴിക്കാത്തത്. പിന്നെ വെച്ചാൽ ഡബിൾ സൈഡ് ടാപ്പ് വാങ്ങി. അതിൻ്റെ ഒരു ആവശ്യമുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. അങ്ങനെയൊക്കെയാണ്. ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം.
ഒന്നുമില്ല, ഞാൻ കുറച്ച് മില്ല് പുറത്ത് പോകണ്ടല്ലോ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ നല്ല ഡ്രസ്സ് ഇടുക. അപ്പോൾ ഇത് കുറച്ച് ഹെവി ഡ്രസ്സാണേ. അപ്പോൾ എനിക്ക് അങ്ങനെയല്ല, ഇതൊരു സുഖം കിട്ടുമല്ലോ എനിക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ എങ്ങനെ ചേഞ്ച് ചെയ്യാം? സോ ട്രാൻസിഷൻ ചെയ്താലോ? ഗുഡ് റൈറ്റ്. സോ ക്ലാപ്പ് ചെയ്യാം. ഇത് വെച്ചിട്ട് ചേഞ്ച് ചെയ്തു. മാജിക്കാണ്, മാജിക്. സോ ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ്. ഇത് വെച്ചാൽ ഇടയ്ക്ക് കുറച്ചൊരു വെയിൽ പോലെ വരും, കുറച്ച് ചെറിയ രീതിക്ക്. അതിൻ്റെയൊക്കെ പിന്നെ ഇരുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് പറയല്, കുറുക്കൻ്റെയും വേറെ എന്തോ പറയുന്നുണ്ട്, എന്തോ കല്യാണം പറയുന്നുണ്ട്. മൈക്കോട്ട് ഞാൻ മറന്നുപോയി, കമൻറ്റ് ചെയ്യണേ. കല്യാണം ഈ വെയിലും മഴയും ഒന്നിച്ച് വരുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അറിയുന്നില്ല കല്യാണം നടക്കുന്നുണ്ടോ. സോ മഴയാണ്. പിന്നെന്തല്ലേ, കുറച്ച് ടി വി ഒക്കെ കണ്ടു, കുറച്ച് മഴയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരാം അല്ലേ. വീട്ടിലിരിക്കുമ്പോഴാണ് നമുക്ക്, ഞാൻ ചിന്തിക്കും ഇങ്ങനെ ലൈക്ക് ഒരു ഇരുട്ട് വെതർ, ലൈക്ക് ഒരു ഡാർക്ക് വെതർ, നമ്മൾ വീട്ടിൽ തന്നെയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ കഴിക്കാനെല്ലാം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുമല്ലേ. ലൈക്ക് കംഫോർട്ട്, യുനോ, അതിന് അങ്ങനെ പറയേണ്ടി വരും. കംഫോർട്ട്, അത്രയും ഒരു ലക്ഷറി ലൈഫ് എന്നൊക്കെ നമുക്ക് പറയാം. അടിപൊളിയല്ല, നല്ല ഉണ്ട് മധുരം. ഈ കുപ്പായില്ല ഡബിൾ സൈഡ് ടാപ്പ് വാങ്ങുന്നത് വെച്ചാൽ ഹംബീൻ്റെയാണ്. ഇത് ഞാൻ കോളേജിൽ നിന്ന് പോയതാണ്, വാങ്ങിയതാണ്. ഹംബീൻ്റെ അതില്ലേ. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ മാഗ്നറ്റ് പോയി, സോ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. സെറ്റാക്കിയിട്ട് കാണിക്കാം. ഇതുവരെ എൻ്റെ കളക്ഷൻ 2 ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയിട്ടുള്ളൂ. എനിക്കിതിങ്ങനെ ഫുള്ള് നിറക്കണം, എനിക്ക് ഇതാണ് എൻ്റെ ഒരു എയിം. അപ്പോൾ കുളു മണാലിയുണ്ട്, ഹംപിയുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ സമയം 5:10. അപ്പോൾ എനിക്ക് ഗുളിക വാങ്ങാൻ പോകണം. എനിക്കല്ല, അമ്മാമ്മക്കാണ്. അപ്പോൾ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് പോന്ന്. അപ്പോൾ രാവിലെ ഞാൻ മില്ലിൽ പോയ ആ ഒരു വഴിക്ക് തന്നെയാണ്. അപ്പോൾ പക്ഷേ എന്തായാലും അത് അവിടെ ഓപ്പൺ ആക്കി ഉണ്ടായിരുന്നില്ല, വാങ്ങണമെങ്കിൽ വേണ്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ വിളിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഞാൻ ഇപ്പം പോകില്ലെല്ലാം പറഞ്ഞു. ഇപ്പം മഴയൊന്നും ഉണ്ടായിരുന്നു, ഇപ്പം മഴ കുറഞ്ഞു. അപ്പോൾ ഇപ്പം വേഗം പോകണം. എന്നിട്ട് അമ്മ വരുമ്പോൾ അമ്മേനെയും പിക്ക് ചെയ്യണം. അങ്ങനെ സോ ഗുളിക വാങ്ങട്ടെ. മണിക്കാനെ വീണു. നിങ്ങളന്ന് പൈസ തന്നെ എനിക്ക് മുട്ട വാങ്ങാൻ. ഞാൻ പൈസ തരായിരുന്നു, നാളെ തരേ. ഓക്കെ ചേച്ചി വരണ്ട, എത്ര സമയം അവിടെ വെച്ചിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് രാവിലെ ഇങ്ങനെ പോയിന്ന്. അപ്പോൾ എന്താന്ന് 10:10 പോലെ ചേച്ചി വന്നു. ഞാൻ 10 മണിയെല്ലാം വന്നിന്, കുറച്ച് തന്നെ കിട്ടട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. ഇനിയും അടിപൊളിയായിട്ട് ലൈക്ക് ഒരുപാട് വ്ളോഗ്സൊക്കെ ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, എന്താണ് ഇനി ലൈക്ക് എന്നെ ഒന്ന് പ്രതീക്ഷിക്കുന്നത്, ലൈക്ക് വ്ളോഗ്സൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഒരു ഷോർട്സ് ആയിക്കോട്ടെ, എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, ലൈക്ക് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. ബൈ.